ഷവർമ്മയ്ക്ക് എങ്ങനെയാ ഷവർമ്മ എന്ന് പേര് വന്നേ? അല്ലെങ്കിൽ ഷവർമ്മയുടെ മീനിങ് എന്താ? അല്ലെങ്കിൽ ഷവായി ചിക്കൻ എങ്ങനെയാണ് ഷവായി എന്ന് പേര് വന്നേ? ഷവായിയുടെ മീനിങ് എങ്ങനെയാ? ഈ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്, ഈ ഒരു നല്ല ഡൗട്ട് ചോദിച്ചിരിക്കുന്നത് ശിവ എന്ന ബ്രദറാണ് ഇൻസ്റ്റാഗ്രാമിലൂടെ. കഴിഞ്ഞ ദിവസം നമ്മൾ മന്തിയുടെയും അൽഫാമിന്റെയും മീനിങ് എന്താണെന്നും പറഞ്ഞൊരു വീഡിയോ ഇട്ടിരുന്നു. അപ്പൊ ആ വീഡിയോ കാണാത്തവർ എന്തായാലും തീർച്ചയായിട്ടും പോയിട്ട് പേജിലേക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പൊ ആ വീഡിയോയുടെ കമന്റിൽ വന്നതാണ് ഈ ഒരു ചോദ്യം. അപ്പൊ ഷവർമ്മയുടെ മീനിങ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. റൊട്ടേറ്റിംഗ് അല്ലെങ്കിൽ ടേണിങ്. നമ്മൾ ഷവർമ്മ ആ മീറ്റൊക്കെ വെച്ചിട്ട് നമ്മളിങ്ങനെ റൊട്ടേറ്റ് ചെയ്തല്ലേ ഈ സാധനം ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കുന്നത്. ആ പ്രോസസ്സിനെയാണ് ശരിക്കും പറഞ്ഞാൽ ഷവർമ്മ എന്ന് പറയുന്നത്. അത് ശരിക്കും അത്ഭുതപ്പെടുത്തുന്നു. മാത്രമല്ല, ചെഹ്വീർ മെഹെ എന്ന് പറഞ്ഞ ഒരു വേർഡ്, ടർക്കിഷ് വേർഡായ ചെഹ്വീർ മെഹെ എന്ന് പറഞ്ഞ ഒരു വേർഡിൽ നിന്നും ഇവോൾവ് ചെയ്ത് അറബിക്കിലേക്ക് വന്നപ്പോൾ അത് ഷവർമ്മ എന്നായതാണ്. അപ്പോൾ ഷവർമ്മയുടെ മീനിങ് ടേണിങ് ഓർ റൊട്ടേഷൻ. ആ വിഭവമായ ഒരു ബന്ധമില്ല, ആ പ്രോസസ്സിന് വേണ്ടി മാത്രമാണ് ഈ പേര് യൂസ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ അതിനെ ടോട്ടലി അങ്ങനെ വിളിക്കുന്നു, കഴിക്കുന്നു. ഷവായി ചിക്കന്റെ കാര്യവും മറിച്ചൊന്നല്ല. കാരണം ഷവായി എന്ന് പറയുന്നതും ആ ഒരു പ്രോസസ്സിനെ സൂചിപ്പിക്കുന്നതാണ്. ടു ഗ്രില്ല് അല്ലെ ടു റോസ്റ്റ്, തീയുടെ മുകളിൽ വെച്ച് റോസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഗ്രില്ല് ചെയ്തെടുക്കുക, ആ ഒരു പ്രോസസ്സിനെയാണ് ഷവായ എന്ന് പറയുന്നത്. മാത്രമല്ല, ഷവ എന്ന് പറയുന്ന അറബിക് വേർഡിൽ നിന്നും ഇവോൾവ് ചെയ്താണ് ഷവായ ചിക്കൻ എന്ന് പറയുന്ന ഒരു വേർഡ് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ മന്തി ആണെങ്കിലും അൽഫാം ആണെങ്കിലും ഷവർമ്മ ആണെങ്കിലും ഷവായി ആണെങ്കിലും ഇതെല്ലാം പ്രോസസ്സിനെ കാണിക്കുന്ന പേരുകളാണ്. പക്ഷേ ഒരു വിഭവം എന്ന പേരിൽ നമ്മളൊക്കെ എടുത്തു വെച്ചങ്ങ് അടിക്കുന്നു എന്ന് മാത്രം. അറബികൾക്കും അറബ് അറിയാവുന്നവർക്കും ഒക്കെ കുറച്ചൊക്കെ ഇതറിയാമെങ്കിലും നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് പലർക്കും ഇതറിയില്ല. എനിക്കറിയത്തില്ലായിരുന്നു. ഇത് ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ റിസർച്ച് ചെയ്തപ്പോൾ കണ്ടുപിടിച്ച കാര്യങ്ങളാണ്. സോ പുതിയ അറിവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. നിങ്ങളുടെ സംശയങ്ങൾ കമന്റ്സ് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ തിരഞ്ഞു പിടിച്ച് ഞാൻ ഇതുപോലെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട്. ഒരിക്കൽ കൂടി ശിവ, താങ്ക് യു സോ മച്ച് ഫോർ യുവർ കമന്റ്. അപ്പോൾ ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സുഹൃത്തുക്കൾ കൂടെ ഷെയർ ചെയ്തെടുത്ത് അവരോട് വിളിച്ചോണ്ടോ നമുക്ക് ഒരുമിച്ച്